കൂട്ടുകാരെ ഇസ്ലാമിക്കും നമ്മളിതാ മമ്പയറും മത്തനും കൂടെ വെക്കാൻ വേണ്ടി പോവുകയാണ്. തേങ്ങ വെച്ച് വെക്കാൻ. തേങ്ങ നല്ല ജീരകം പെരുംജീരകം കൂടെ അരച്ചതുണ്ട്. ഇതിലേക്ക് ലാസം തേങ്ങ വറുത്തിടാനാണ്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ ഇട്ട് കൊടുക്കട്ടെ. ഇത് നല്ലോണം ഒന്ന് വറുത്തിട്ട് അതിലേക്ക് കളർ കുറച്ച് മത്തം എടുത്ത് നമ്മളൊരു ചക്കര മത്തനും കൂടെ ചായക്ക് അത് കഴിക്കാം. വറുത്ത് റെഡിയായി. നമുക്ക് അതിലേക്ക് ഇട്ട് വെക്കാം. എരിശ്ശേരി ഉണ്ടാക്കുകയാണ്. മത്തനും മമ്പയറുമാണ്. അതിൻ്റെ കൂടെ ഇങ്ങനെ ചക്കര മത്തനും കൂടെ വെക്കാൻ ചേച്ചി അതുകൂടി ഒന്ന് കാണിക്കുക. ശർക്കര ഒഴിക്കുക, കുറച്ച് ഒഴിക്കുന്നുണ്ട് ഇതിലേക്ക്. നമ്മളെ ചോറൊക്കെ റെഡിയായി. നമ്മൾ ചോറ് തിന്നാൻ വേണ്ടിയതാ. ഇപ്പം ചോറ്, എലിശ്ശേരി, സൂതക്കറി, മുരിങ്ങ ഇപ്പേരി, മീൻ പൊരിച്ചത്, പപ്പടം, പിന്നെ നമുക്ക് അച്ചാറുണ്ട്, കടുമാങ്ങ വെച്ചതുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയാണ് നമ്മളെ ചോറ്. കടുമാങ്ങ ചക്കര മത്തൻ വെക്കുകയാണ്. ഇതിൽ മത്തനുണ്ട്, അടിയിൽ രണ്ടിനും കൂടി ഒപ്പരം വേവിച്ചാണ് മമ്പയറും മത്തനും ഒക്കെ. ശർക്കര ഒരിക്കിയത് പാർന്ന് കൊടുക്കുകയാണ്, അരിച്ച് പാരുകയാണ്. നണ്ടി പിന്നിലേക്ക് തേങ്ങ ഞണ്ടി പിഞ്ഞതാണ് ചെറുകിയത്. നല്ല പാല് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതങ്ങനെ വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാനുള്ളതാണ്. ഉറക്കാനും നല്ല ടേസ്റ്റാണ്. അതിനൊരു സ്പൂണ് മുത്താറിപ്പൊടി കലക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ല മുറ്റായി വരും. അത് അടിപൊളിയായിക്കോ. നമുക്ക് തണുത്തിട്ട് കഴിക്കാൻ ഉഷാറാണ്. അങ്ങനെ ചക്കരമത്തനൊക്കെ റെഡിയായി. ഇതാ കട്ടൻ ചായയും ചക്കരമത്തനും നമ്മൾ കഴിക്കാൻ വേണ്ടി പോണേ. അടിപൊളി ടേസ്റ്റാണ്, നല്ല ടേസ്റ്റ് ഉണ്ട്.